ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 13th അപ്പോസിൽ, 13ാം അപ്പസ്തോലൻ. മിശിഹായുടെ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ധ്യാനം. അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകമാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ ആധാരം. ബൈബിൾ എടുക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 13-ാം വാക്യമാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് 1-ാം അധ്യായം 8-ാം വാക്യമാണ്. അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്ന് 2-ാം അധ്യായം 13-ാം വാക്യം. എന്താ സംഭവമെന്നോ? അപ്പസ്തോല പ്രവർത്തനം എന്ന ഈ പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രംഗം എന്താണ്? പെന്തക്കുസ്ത. കഴിഞ്ഞ ദിവസം നമ്മൾ തിരുനാൾ ആഘോഷിച്ചു. അഗ്നിനാവായി റൂഹ ഇറങ്ങി വന്നു. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പത്രോസ് ഇറങ്ങി നിന്ന് ശക്തമായിട്ട് ഈശോയെക്കുറിച്ച് പ്രസംഗിച്ചു. ഈ രംഗങ്ങളെല്ലാം കണ്ടപ്പോൾ മാറി നിന്ന ഒരു ചെറിയ ഗണത്തിൻ്റെ വിലയിരുത്തലാണ്. ഒരുപാട് പേര് നല്ലത് പറഞ്ഞു, ഞെട്ടലോടെ സംസാരിച്ചു. ഇവർ എല്ലാവരും യഹൂദരല്ലേ, യൂദയായിലുള്ളവരല്ലേ, എന്നിട്ട് നമ്മളൊക്കെ വിവിധ ദേശത്ത് നിന്ന് നമ്മളൊക്കെ നമ്മുടേതായ ഭാഷയിൽ ഇത് കേൾക്കുന്നല്ലോ എന്നൊക്കെ ഞെട്ടലോടെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് വേറെ ഒരു സംഘം മാറി നിന്നിട്ട് പറയുന്നതാണ്. അതാണ് ഈ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 13-ാം വാക്യം. അതിങ്ങനെയാണ്: എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞ് കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ്. ശരിക്കും എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞ് ശിഷ്യന്മാർ ജ്വലിക്കുകയാണ്. ഒരു വലിയ നന്മ സംഭവിച്ചിരിക്കുകയാണ്. ഒരു വലിയ ദൈവിക ഇടപെടൽ സംഭവിച്ചിരിക്കുകയാണ്. ആ നേരത്താണ് ഈ മാറി നിന്ന് പീടികയുടെ വരാന്തയിൽ നിന്ന് പറയുന്നൊരു ശൈലി, അല്ലെങ്കിൽ കലിങ്ങിൻ്റെ പുറത്ത് പാലത്തലിരുന്ന് പറയുന്നൊരു ശൈലിയിൽ പറയുന്നത്, ഇതെന്താ ഇത് വെള്ളമടിച്ച് ലെവല് പോയതാണ് എന്ന് പറയുന്ന രീതി നമ്മൾ ഓർക്കേണ്ടതുണ്ടല്ലോ. ഒരു നന്മ സംഭവിക്കുമ്പോൾ ആ നന്മയെ ഇതുപോലെ ഒരു മൂലക്കിരുന്ന് ഒന്നുമല്ലാതാക്കി കളയുന്ന കമൻസ് പറയുന്നവർ ഇന്ന് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു, ജെറുസലേമിലും ഉണ്ടായിരുന്നു എന്നോർക്കണേ. അതുകൊണ്ട് എല്ലാവരും നല്ലത് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് നന്മ ചെയ്യുന്നവർ നിരാശരായി പോകരുത്. ഇതെല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ നന്മ ചെയ്യണേ, ധൈര്യത്തോടെ പരിശുദ്ധാത്മാവിൽ ജീവിക്കണേ. 2-ാമത്തെ ചിന്ത അങ്ങനെ ഇരുന്ന് പറയുന്നവരെ കുറിച്ചാണ്. അവരോർക്കേണ്ടത്, നമുക്കൊക്കെ ആ ഒരു ട്രെയ്റ്റ്സ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ചായ്വുണ്ട്. എന്തെങ്കിലുമൊക്കെ നല്ലത് കണ്ടു, നമുക്കതങ്ങോട്ട് മനസ്സിലാകുന്നില്ല, നമ്മൾ ചാടിക്കേറി വിലയിരുത്തൽ പറയുകയാണ്, ഇതൊന്നും വലിയ കാര്യമില്ല, ഫ്ലൂക്കാണ്, കാര്യമില്ല എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. ഒരു കാര്യം ഓർക്കണം, നമുക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ച്, നമുക്കതിൻ്റെ നന്മ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ഒന്നിനെയും ഇകഴ്ത്തരുത്. ഒരു പക്ഷേ അതൊരു ദൈവിക ഇടപെടലാണെങ്കിലോ. അങ്ങനെ വന്നാൽ കാലം കുറേ കഴിയുമ്പോൾ ഇതുപോലെ ഈ പറഞ്ഞവരെ ഇന്ന് നമ്മൾ പരിഹാസത്തോടെ നോക്കുന്നത് പോലെ ഈ പരിഹസിക്കുന്നവരൊക്കെ ഭാവിയിൽ അങ്ങനെയായി മാറാൻ സാധ്യതയുണ്ട്. പരിഹസിച്ചു പറഞ്ഞവർ കാലം കഴിഞ്ഞപ്പോൾ പരിഹാസ്യരായിട്ട് മാറിയതുപോലെ സംഭവിക്കും. അതുകൊണ്ട് 2 കാര്യങ്ങൾ. ഒന്ന്, നന്മകൾ സംഭവിക്കുമ്പോൾ അതിനെ ഇകഴ്ത്താൻ ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാകും. അവരെ ഓർത്ത് നന്മ ചെയ്യാതിരിക്കരുത്. നന്മ ചെയ്യുന്നത് തുടരുക പരിശുദ്ധാത്മ സഹായത്തോടെ. 2, വെറുതെ കാര്യമില്ലാതെ എല്ലാത്തിനെയും വിധിക്കാൻ പോകരുത്. ഒരുപക്ഷെ തെറ്റുപറ്റുന്നത് നമുക്കായിരിക്കാം. നമ്മൾ പരിഹസിക്കുമ്പോൾ പരിഹാസ്യരാകുന്നത് നമ്മൾ തന്നെയാകാം. അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഈശോയിലേക്ക് അടുക്കും, 13ാം അപ്പസ്തോലനാകും. ആമേൻ.